റളിയല്ലാഹുവിന്റെ ഓത്ത് കേട്ടാൽ വല്ലാത്ത ഒരു സന്തോഷമുള്ള, ആരെയും പിടിച്ചിരുത്തുന്ന ഒരു ശൈലിയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഓത്ത്. നട്ടപ്പാതിര നേരത്ത് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിൽ ഓതുന്ന ഓത്ത് കേട്ടിട്ട് പരിസരത്തുള്ള വീടുകളിലെ സഹോദരിമാര് മുഴുവനും വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സിദ്ദീഖ് തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് തപസ്സിരിക്കാൻ തുടങ്ങി. ഈ വന്നിരിക്കുന്ന സഹോദരിമാരൊന്നും മുത്തുനബി തങ്ങളെ വിശ്വസിച്ചവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ആളുകളാ. പക്ഷെ ഖുർആനിന്റെ വശ്യ മനോഹാരിത അതാണ്. ഖുർആനിന്റെ ഓത്തിന് ഒരു വശീകരണമുണ്ട്, ആശയങ്ങൾക്ക് വശീകരണമുണ്ടെന്നതിൽ തർക്കമില്ല ലോകത്ത്. ഖുർആൻ ഇപ്പോഴും ജനങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തുന്ന, അന്ധമില്ലാത്ത ആളുകളെ ശരിക്ക് ബോധം കൊടുത്ത് വളർത്തുന്ന അള്ളാഹുവിന്റെ കിതാബാണ് വിശുദ്ധ ഖുർആൻ. ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ഇപ്പോഴും പുതിയ പാഠങ്ങൾ വേണോ? ഖുർആനിലുണ്ട്. പുതിയ വിസ്മയങ്ങൾ അറിയണോ? ഖുർആനിലുണ്ട്. എല്ലാ വിഷയങ്ങളും ഖുർആനിലുണ്ട്. അർത്ഥങ്ങളുടെ തലങ്ങൾ നോക്കിയാലൊന്ന് വേറെ. പാരായണത്തിന്റെ ഓത്തിന്റെ രസം കേട്ടിട്ട് ഉറങ്ങുന്ന സഹോദരിമാരെ എഴുന്നേറ്റ് വന്നു എന്നാണ് ഖുർആനിന്റെ വശ്യത എത്രയാണ്. സഹോദരങ്ങളെ